ഹായ് ഓൾ, വെൽക്കം ടു BK808 ക്രിക്കറ്റ് ഫീവർ. സിംബാബ്വെ ടൂറിലെ രണ്ടാമത്തെ 2020 മത്സരം ഇന്നലെ അവസാനിച്ചു. ആദ്യ 2020 മത്സരത്തിൽ 13 റൺസിന് സിംബാബ്വെ ഇന്ത്യയെ പരാജയപ്പെടുത്തിയെങ്കിൽ അതിൻ്റെ പലിശ ഉൾപ്പെടെ നൽകിക്കൊണ്ട് സിംബാബ്വെയെ 100 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഇന്നലത്തെ മത്സരം വിജയിച്ചത്. ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരുടെ ചൂട് ശരിക്കും സിംബാബ്വെ ബൗളേഴ്സ് ഇന്നലെ അറിഞ്ഞു. മാച്ചിൻ്റെ റിവ്യൂ നോക്കുകയാണെങ്കിൽ ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഗില്ലിന് താളം കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിലും അഭിഷേക് ശർമ്മയും ഗെയ്ക്വാഡും റിങ്കോ സിംഗും കൂടി ചേർന്നപ്പോൾ സിംബാബ്വെ ബൗളിംഗ് പട ആകെ തകർന്നടിയുന്ന രംഗമാണ് ഇന്നലെ കണ്ടത്. ഗില്ല് 2 റൺസ് എടുത്ത് ഔട്ടാവുകയായിരുന്നു. എന്നാൽ അഭിഷേക് ശർമ്മയാകട്ടെ 47 പന്തിൽ 100 റൺസ് എടുത്താണ് പുറത്തായത്. ഇന്നലെ തൻ്റെ ദിനമായിരുന്നു എന്ന രീതിയിലായിരുന്നു അഭിഷേക് ശർമ്മയുടെ അറ്റാക്കിംഗ് പ്ലേ. 8 സിക്സുകളും 7 ഫോറുകളും നേടിയാണ് അഭിഷേക് ശർമ്മ സെഞ്ചുറി പൂർത്തിയാക്കിയത്. തുടർന്ന് വന്ന ഗെയ്ക്വാഡും റിങ്കു സിംഗും അവരുടെ ഭാഗം വളരെ ക്ലിയറായി തന്നെ ചെയ്തു. ഗെയ്ക്വാഡ് അധികം അഗ്രസീവ് അല്ലായിരുന്നെങ്കിൽ പോലും 47 പന്തിൽ 77 റൺസ് നേടിയിരുന്നു. 1 സിക്സും 11 ഫോറുകളുമാണ് ഗെയ്ക്വാഡിൻ്റെ ബാറ്റിൽ നിന്ന് പിറന്നത്. റിങ്കു സിംഗ് ആകട്ടെ 22 പന്തിൽ നിന്നും 48 റൺസാണ് നേടിയത്. വെറും 2 റൺസ് അകലെയാണ് ഹാഫ് സെഞ്ചുറി നേടാൻ റിങ്കു സിംഗിന് സാധിക്കാതെ പോയത്. 5 സിക്സുകളും 2 ഫോറുകളുമായിരുന്നു റിങ്കു സിംഗിൻ്റെ സംഭാവന. അങ്ങനെ 20 ഓവറുകളിൽ 2 വിക്കറ്റിന് 234 റൺസായിരുന്നു ഇന്ത്യ നേടിയത്. ബൗളിംഗ് നോക്കുകയാണെങ്കിൽ ബ്ലെസ്സിങ്സും വെല്ലിങ്സ്റ്റണും മാത്രമാണ് ഓരോ വിക്കറ്റുകൾ സ്വന്തമാക്കിയത്. ബാക്കി എല്ലാ ബൗളേഴ്സും തന്നെ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരുടെ ചൂട് ശരിക്കും അറിഞ്ഞു. 235 റൺസ് എന്ന വിജയലക്ഷ്യവുമായി ഇറങ്ങിയ സിംബാബ്വെയുടെ ബാറ്റ്സ്മാൻമാർ എന്നാൽ ഇന്ത്യൻ ബൗളിങ്ങിന് മുന്നിൽ അടിപതറുകയായിരുന്നു. ഓപ്പണിങ്ങിന് ഇറങ്ങിയത് വെസ്ലിയും ഇന്നസെൻറ്റുമായിരുന്നു. ഇന്നസെൻറ്റ് വെറും 4 റൺസ് നേടിയപ്പോൾ മുകേഷ് കുമാറിന് വിക്കറ്റ് നൽകി പുറത്താവുകയായിരുന്നു. അതിനുശേഷം ഇറങ്ങിയ ബെന്നറ്റും വെസ്ലിയും കൂടെ നല്ല ഒരു പാർട്ണർഷിപ്പ് സിംബാബ്വെക്ക് നേടിക്കൊടുത്തു. വെസ്ലി 39 പന്തുകളിൽ നിന്ന് 43 റൺസ് നേടിയപ്പോൾ വെറും 9 പന്തുകളിൽ നിന്ന് 26 റൺസാണ് ബെന്നറ്റ് സ്വന്തമാക്കിയത്. മുകേഷ് കുമാർ തന്നെയാണ് ബെന്നറ്റിൻ്റെയും വിക്കറ്റ് സ്വന്തമാക്കിയത്. അതിനുശേഷം ഇറങ്ങിയ മേയേഴ്സ് ഫസ്റ്റ് ബോളിൽ തന്നെ ഔട്ടാവുകയായിരുന്നു. ആവേശ് ഖാനാണ് മേയേഴ്സിൻ്റെ വിക്കറ്റ് എടുത്തത്. ഷിഖാർ റാസെ ആവട്ടെ ആവേശ് ഖാൻ്റെ ബോളിൽ തന്നെ ഔട്ടാവുകയായിരുന്നു. 4 റൺസാണ് നേടാൻ സാധിച്ചത്. അത് കഴിഞ്ഞ് വന്ന ചാമ്പലാണെങ്കിൽ 18 പന്തുകളിൽ നിന്നാണ് 10 റൺസ് നേടിയത്. പിന്നുള്ള ബാറ്റ്സ്മാൻമാർക്കും ഇന്ത്യൻ ബൗളിങ്ങിന് മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല. സിൽവി വിയുടെ വിക്കറ്റ് കീപ്പറും അതുപോലെ തന്നെ വില്ലിങ്സ്റ്റണും തന്നെ ഡക്ക് ഔട്ടും 1 റൺസുമാണ് നേടാൻ സാധിച്ചത്. വില്ലിങ്സ്റ്റൺ റൺ ഔട്ട് ആവുകയായിരുന്നു. ലൂക്കയാണ് ഇന്ത്യൻ ബൗളിങ്ങിന് മുന്നിൽ കുറച്ചെങ്കിലും പിടിച്ചു നിന്നത്. 26 പന്തുകളിൽ നിന്ന് 33 റൺസാണ് ലൂക്കെ നേടിയത്. എന്നാൽ മുകേഷ് കുമാറിൻ്റെ ബോളിൽ ഗെയ്ക്വാഡ് ക്യാച്ച് എടുത്ത് ലൂക്കെ ഔട്ടാവുകയായിരുന്നു. ബ്ലെസ്സിങ്സ് 2 റൺസും ടിഡൈ 0 റണ്ണുമാണ് നേടിയത്. ഇന്ത്യക്ക് വേണ്ടി മുകേഷ് കുമാർ 3.4 ഓവറിൽ 37 റൺസ് വഴങ്ങിക്കൊണ്ട് 3 വിക്കറ്റാണ് സ്വന്തമാക്കിയത്. ആവേശ് ഖാൻ 3 വിക്കറ്റും അതുപോലെ തന്നെ രവി ബിഷ്ണോയ് 2 വിക്കറ്റുമാണ് നേടിയത്. വാഷിംഗ്ടൺ സുന്ദർ 1 വിക്കറ്റും നേടി. ആവേശ് ഖാൻ 4 ഓവറുകളിൽ 11 റൺസ് മാത്രം കൊടുത്തുകൊണ്ടാണ് 2 വിക്കറ്റ് നേടിയത്. അങ്ങനെ സിംബാബ്വെയുടെ ഇന്നിങ്സ് 134 അവസാനിച്ചു. ഓൾ ഔട്ട് ആവുകയായിരുന്നു സിംബാബ്വെ. അങ്ങനെ ആദ്യ മത്സരത്തിൻ്റെ പരാജയപ്പെട്ടതിൻ്റെ എല്ലാ ക്ഷീണവും ഇന്ത്യ ഇന്നലത്തെ മത്സരത്തോടെ മാറ്റിയിരിക്കുകയാണ്. 100 റൺസിനാണ് സിംബാബ്വെ ഇന്ത്യ പരാജയപ്പെടുത്തിയത്. അടുത്ത മത്സരം 10-ാം തീയതി 4:30 നടക്കുക. ജയ്സ്വലും അതുപോലെ സഞ്ജു സാംസണും തിരിച്ച് ടീമിലെത്തിയിട്ടുണ്ട്. സോ സഞ്ജു സാംസണക്ക് പകരം ആരായിരിക്കും ഈ നിലവിലുള്ള ടീമിൽ നിന്ന് പുറത്താവുന്നത് നമുക്ക് നോക്കാം. സ്റ്റേ ട്യൂൺ വിത്ത് us for more videos. Thank you.